നമുക്ക് അധികാരം അഥവാ പവർ ലഭിക്കുന്നു എന്നതിനർത്ഥം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ്. കാര്യങ്ങൾ കുറെ കൂടി വ്യക്തതയോടെ ചിന്തിച്ച് പല വ്യത്യസ്ത സാഹചര്യങ്ങളിലും പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴേ അധികാര വിനിയോഗം അതിന്റെ ഫലം കാണുകയുള്ളൂ. എന്നാൽ അധികാരം ഹുങ്കായി മാറുമ്പോൾ അത് കാടിന്റെ നിയമമാണ്. പ്രതിയോഗിക്കെതിരെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ സ്വന്തം വികാരങ്ങളുടെ സ്വാധീനത്തിൽ അധികാരം പ്രയോഗിക്കുമ്പോൾ അത് അധികാര ദുർവിനിയോഗമാകും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ജീവനക്കാരനായ യദുവും തമ്മിലുണ്ടായ തർക്കം നമ്മൾ അറിഞ്ഞതാണ്. വാഹനത്തിന് സൈഡ് കൊടുക്കാതെയുണ്ടായ അമർഷമാണെന്ന് ബസ് ഡ്രൈവറും അശ്ലീല ആംഗ്യം കാണിച്ചതാണ് കാരണമെന്ന് മേയറും വാദിക്കുന്നു. എന്നാൽ ബസ് യാത്രക്കാരെ അടക്കം ബുദ്ധിമുട്ടിലാഴ്ത്തി അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തി അരങ്ങേറിയ ഈ സംഭവം ഒട്ടും ന്യായീകരിക്കാവുന്ന ഒന്നല്ല. അതിപ്പോൾ ന്യായം ഏത് പക്ഷത്താണെങ്കിലും അധികാരം കയ്യിലുള്ളവന്റെ തീരുമാനങ്ങൾ എപ്പോഴും പക്വത നിറഞ്ഞതാവണം. അത് അവരിൽ വിശ്വാസം അർപ്പിച്ച് ആ കസേരയിൽ ഇരുത്തിയവർക്ക് കൊടുക്കേണ്ട മിനിമം നീതിയാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ മേയർക്കൊപ്പം ഭർത്താവായ MLA കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അധികാരങ്ങൾ എപ്പോഴും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാവണം. അടിച്ചമർത്തിയും ഭയപ്പെടുത്തിയും ബുദ്ധിമുട്ടിച്ചും തുടരുന്ന അധികാരങ്ങൾ നാടിന്റെ അല്ല കാടിന്റെ നിയമമാണ് എന്ന് നമ്മളെന്തേ മനസ്സിലാക്കാതെ പോകുന്നു.